ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസ ഉലൂമുദ്ദീനിലെ അദ്ദറസുർ റാബിഉ 4ാമത്തെ പാഠവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഖലീഫത്തുള്ള അള്ളാഹുവിൻ്റെ പ്രതിനിധി. അള്ളാഹുവിൻ്റെ പ്രതിനിധി ആരാണ്? ആദം നബി അലൈഹിസ്സലാം. ആദം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് നമുക്ക് ഈ പാഠത്ത് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മൾ പാഠഭാഗം വായിക്കുന്നതിന് മുമ്പ് ഈ ഭാഗം നന്നായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ക്ലാസ്സിൽ ഉസ്താദ് എടുക്കുമ്പോൾ ഈ ഭാഗം വിവരിച്ചതിന് ശേഷമാണ് പാഠഭാഗം നിങ്ങൾക്ക് എടുക്കുക. എന്താണ് ഇവിടെ? ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കാൻ പോകുന്നു. അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നിശ്ചയിക്കുകയോ? മലക്കുകൾ ചോദിച്ചു. അല്ലാഹു തആല, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും എനിക്കറിയാം. അപ്പം ഇത്രയും മനസ്സിലാക്കിയിട്ട് ഇനി നമുക്ക് പാഠഭാഗം നോക്കാം. അല്ലാഹു തആല കളിമണ്ണിൽ നിന്ന് ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു. അല്ലാഹു തആല കളിമണ്ണിൽ നിന്ന്, അണ്ടർലൈൻ ചെയ്ത് വെക്കട്ടോ, കളിമണ്ണിൽ നിന്ന് ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു. എല്ലാ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. ആ വസ്തുക്കൾ മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇവയുടെ പേരുകൾ പറഞ്ഞു തരൂ. മലക്കുകൾ, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു. നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത ഒന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, ഇവയുടെ പേരുകൾ മലക്കുകൾക്ക് പറഞ്ഞു കൊടുക്കൂ. ആദം നബി അലൈഹി സ്വലാം എല്ലാ വസ്തുക്കളുടെയും പേരുകൾ മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്തു. ആദം നബി അലൈഹി സ്വലാമിനെ ആദരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിച്ചു. എന്താണ് മലക്കുകളോട് അല്ലാഹു തആല കൽപ്പിച്ചത്? ആദം നബി അലൈഹി സ്വലാമിനെ ആദരിച്ചുകൊണ്ട് സുജൂദ് ചെയ്യാൻ. അതാണ് അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിച്ചത്. ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. ഇബ്ലീസ് ഒഴികെ എല്ലാവരും സുജൂദ് ചെയ്തു. അവൻ അഹങ്കരിച്ചു, സുജൂദ് ചെയ്തില്ല. മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യില്ലെന്ന് അവൻ പറഞ്ഞു. അഹങ്കാരിയായ അവനെ അല്ലാഹു തആല ശപിച്ചു, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിന് സുജൂദ് ചെയ്താൻ കൽപ്പിച്ചപ്പോൾ അഹങ്കരിച്ചു. അഹങ്കാരം മൂലം ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. കാരണം എന്തായിരുന്നു? എന്താണ് അഹങ്കരിച്ചത്? മണ്ണ് കൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യില്ലെന്ന്. അപ്പോൾ ആദം നബി അലൈഹി ഇസ്ലാമിന് നമ്മൾ പറഞ്ഞു കളിമണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്. എന്നാൽ ഇബ്ലീസിനെ തീ കൊണ്ടാണ് സൃഷ്ടിച്ചത്. നമുക്കിവിടെ ഒന്ന് മനസ്സിലാക്കാം. അഹങ്കാരിയായ അവനെ അല്ലാഹു തആല ശപിച്ചു, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഇബ്ലീസിനെ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതിന് കാരണം എന്താണ്? അഹങ്കാരമാണ് കാരണം. അഹങ്കാരിയായ അവനെ അല്ലാഹു തആല ശപിച്ചു, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. മനസ്സിലാക്കാം. അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിന് ഇണയായി ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചു. ആദം നബി അലൈഹി ഇസ്ലാമിന് ഇണയായി ആരെയാണ് സൃഷ്ടിച്ചത്? അല്ലാഹു തആല ഹവ്വാ ബീവിയെ, ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹായെ സൃഷ്ടിച്ചു. മനസ്സിലാക്കുക. ഇണയായി എന്ന് പറഞ്ഞാൽ ഭാര്യയായി ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചു. അവരെ സ്വർഗത്തിലാക്കി. അവർ സന്തോഷത്തോടെ സ്വർഗത്തിൽ വസിച്ചു. പിന്നീട് അവരെ അല്ലാഹു തആല ഭൂമിയിൽ ഇറക്കി. അവർക്ക് സന്താനങ്ങളുണ്ടായി. മനുഷ്യരെല്ലാം അവരുടെ മക്കളാണ്. മനുഷ്യരെല്ലാം ആരുടെ മക്കളാണ്? ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഹവ്വാ ബീവിയുടെയും മക്കളാണ്. അവർക്ക് സന്താനങ്ങളുണ്ടായി, അവർക്ക് മക്കളുണ്ടായി. മനസ്സിലാക്കുക. മനുഷ്യരെല്ലാം ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഹവ്വാ ബീവിയുടെയും മക്കളാണ്. അബുൽ ബഷരി ആദം അലൈഹിസ്സലാം, മനുഷ്യപിതാവ് ആദം അലൈഹിസ്സലാം. അബുൽ ബഷർ ആദം അലൈഹിസ്സലാം, മനുഷ്യരുടെ പിതാവ് ആദം അലൈഹിസ്സലാം. മനുഷ്യരുടെ പിതാവ് ആരാണ്? ചോദ്യം വരാം. ആദം അലൈഹിസ്സലാം. മനസ്സിലാക്കുക. അപ്പോൾ ഈ ബോക്സ് നമ്മൾ നേരത്തെ വായിച്ചു. ഇനി ഇവിടെ താഴെ പാഠത്തിൽ നിന്നുള്ള കുറച്ച് വേർഡ്സുകൾ തന്നിട്ടുണ്ട്.
അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളായതുകൊണ്ട് അത് ഇവിടെ ഇംഗ്ലീഷിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. കളിമണ്ണ് എന്ന് പറയുന്നത് ക്ലേ ആണ്. കൽപ്പിച്ചു എന്ന ഓർഡേർഡ്, കൽപ്പിച്ചു, ഓർഡർ നൽകി ഒക്കെ പറയില്ല. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സൊക്കെ വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്കെന്താ വായിക്കാനുണ്ട് ഇവിടെ. ഇതിൽ നിന്ന് പറയുന്ന കുറച്ച് വേർഡ്സുകൾ. എന്താണ്? ആദം അലൈഹിസ്സലാം ആരാണ്? ആദ്യത്തെ മനുഷ്യനാണ് ആദം അലൈഹിസ്സലാം. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹു, ഹവ്വാ റളിയല്ലാഹു അൻഹ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ, മനസ്സിലാക്കുക. അബുൽ ബഷർ മനുഷ്യപിതാവ്, ഖലീഫ പ്രതിനിധി, മലായിക്കത്ത് മലക്കുകൾ, അല്ലം പഠിപ്പിച്ചു, അസ്മാ പേരുകൾ, കിബർ അഹങ്കാരം, തീന് കളിമണ്ണ്, നാറ് തീ, ജന്നത്ത് സ്വർഗം, പ്രദർശിപ്പിച്ചു കാണിച്ചു കൊടുത്തു, സന്താനങ്ങൾ മക്കൾ, വസിച്ചു താമസിച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറബി മലയാളത്തിൽ പറയുന്നതും അറബിയിൽ പറയുന്നതും വേർഡ്സുകൾ മനസ്സിലാക്കാനാണ്. അറബിയിൽ തീനെന്ന് പറയും, അപ്പം അതിന് നമ്മൾ കളിമണ്ണ് എന്ന് പറയും. അപ്പോൾ അത് അറബി മലയാളത്തിൽ എഴുതിയതാണ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. വസിച്ചു, താമസിച്ചു, മനസ്സിലാക്കുക. അപ്പം അങ്ങനെയുള്ള സാമാന്യ അർത്ഥങ്ങൾ, ഒരേപോലെ അർത്ഥങ്ങൾ വരുന്ന വേർഡ്സുകളാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ചിലത് അറബി പദങ്ങളാണ്. ജന്നത്ത്, ജന്ന എന്ന് പറഞ്ഞ സ്വർഗം. അപ്പോൾ അതിൻ്റെ മലയാളം നമുക്ക് അറബി മലയാളത്തിൽ എഴുതി കാണിച്ചു തരുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഇനി ദഫ്തറു തോലിബ് നോക്കി തദ്രിബാത്ത് ചെയ്യണം. അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് എന്താണ്? കലിമത്തുകൾ ഉണ്ടാക്കാനാണ്, വേർഡ്സുകളാണ്. ശ്രീ വെച്ചിട്ട് വേർഡ്സ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് പാഠത്തിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്തിയിട്ട് അടയാളപ്പെടുത്താം. ശ്രീ എന്ന് പറയുമ്പോൾ എന്താണ്? സൃഷ്ടിച്ചു. നമുക്കവിടെ എഴുതി കൊടുക്കാം സൃഷ്ടിച്ചു എന്ന്. അടുത്തത് എന്താണ്? സ്ത. സ്ത വെച്ചിട്ട് എന്ത് എഴുതാം നമുക്ക്? സ്ത സ്ഥലം. പാഠത്തിൽ വരുന്നത് വസ്തുക്കൾ, തൂ ആണ് വരുന്നത്, മനസ്സിലാക്കുക. വസ്തുക്കൾ, സ്ത സ്ഥലം. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതുക. അടുത്തത് ങ്ക. ങ്ക എന്തെഴുതാം നമുക്ക്? അഹങ്കരിച്ചു. ങ്ക വരുന്നൊരു വേർഡ്സാണ് അഹങ്കരിച്ചു. ങ്ക. അപ്പോൾ ചേർത്ത് എഴുതുമ്പോൾ ഈ കാഫാണ് എഴുതുക. അപ്പോൾ അത് അഹങ്കരിച്ചു എന്ന് എഴുതാം. അടുത്തതോ ന്ത. ന്ത എന്താണ്? സന്താനങ്ങൾ. ഇവിടെ നിന്ന് നോക്കി എഴുതാം. സന്താനങ്ങൾ. അടുത്ത ഉണ്ട. ഉണ്ട എന്നുള്ളത് നമുക്കവിടെ കണ്ടത്. പാഠത്തിൽ വന്നത് കൊണ്ട്, ആദരിച്ചു കൊണ്ട്, മണ്ണ് കൊണ്ട്, ഉണ്ട. അപ്പോൾ ഉണ്ടാന്നാണ് അവിടെ വന്നത്. ഇവിടെ ഉണ്ട് സുക്കൂനാണ് വരുന്നത്. അപ്പോൾ കണ്ടത് എന്നൊക്കെ എഴുതാം നമുക്ക്. ആദരിച്ചു കൊണ്ട് മനസ്സിലാക്കി എഴുതുക. അടുത്തത് എന്താണ്? വാക്യം നിർമ്മിക്കണം. സന്തോഷത്തോടെ എന്ന വാക്ക് വരുന്നൊരു വാക്യം നിർമ്മിക്കണം. എന്താണ്? അവർ സന്തോഷത്തോടെ വസിച്ചു. അവർ സന്തോഷത്തോടെ വസിച്ചു. പാഠത്തു തന്നെയുള്ളത് നമുക്ക് അടയാളപ്പെടുത്തി എഴുതാം. അവർ സന്തോഷത്തോടെ സ്വർഗത്തിൽ വസിച്ചു. ഇത് മുഴുവനായിട്ട് എഴുതാം, അല്ലെങ്കിൽ സന്തോഷത്തോടെ വസിച്ചു അങ്ങനെയും ആക്കി എഴുതാം. നമുക്ക് ഉണ്ടാക്കിയിട്ടും എഴുതാം. അറബി മലയാളത്തിൽ എഴുതണം എന്നുള്ളൂ. ഞാൻ ഉമ്മയുടെ കൂടെ സന്തോഷത്തോടെ പോയി. ഞാൻ സന്തോഷത്തോടെ ഉറങ്ങി. അങ്ങനെയൊക്കെ എഴുതാം, മനസ്സിലാക്കുക. അടുത്ത വസിച്ചു. വസിച്ചു വസിച്ചു എന്നാൽ താമസിച്ചു എന്നാണ്. എന്താണ്? അവർ സ്വർഗത്തിൽ വസിച്ചു. നമ്മൾ നേരത്തെ കണ്ട അവിടെ തന്നെ എഴുതാം. അവർ സ്വർഗത്തിൽ വസിച്ചു, അത് എഴുതാം. അപ്പോൾ അവിടെ സന്തോഷത്തോടെ എന്നുള്ള നമുക്ക് ഒഴിവാക്കാം. അവർ സ്വർഗത്തിൽ വസിച്ചു എന്ന് എഴുതാം. അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ കാണിച്ചു തരികയാണ്, നിങ്ങൾക്ക് തെറ്റി പോകണ്ടല്ലോ വെച്ചിട്ട്. അവർ സ്വർഗത്തിൽ വസിച്ചു, മനസ്സിലാക്കുക. അടുത്തത് വാഴ്ത്തുന്നു. വാഴ്ത്തുന്നു എന്താണ് എഴുതണ്ടേ? ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു.
ഇവിടെ നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, അത് ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു എങ്ങനെ വേണമെങ്കിലും എഴുതാം. വാഴ്ത്തുന്നുള്ള പദം അതിൽ വന്നാൽ മതി. അടുത്ത പഠിപ്പിച്ചു, എന്തെഴുതാം? ആദം നബി അലൈഹി സ്വലാമിന് പഠിപ്പിച്ചു, ആദം നബി അലൈഹി സ്വലാമിന് പഠിപ്പിച്ചു കൊടുത്തു. ഉമ്മ എന്നെ പഠിപ്പിച്ചു, ഉസ്താദ് എന്നെ പഠിപ്പിച്ചു, ഇതൊക്കെ എഴുതാം. ഇവിടെ വന്നത് വസ്തുക്കളുടെ പേരുകൾ പഠിപ്പിച്ചു, നമുക്കത് വേണമെങ്കിൽ അത് എഴുതാം, മനസ്സിലാക്കാം. അടുത്ത പ്രദർശിപ്പിച്ചു, എല്ലാ വസ്തുക്കളും പ്രദർശിപ്പിച്ചു, എല്ലാ ബുക്കുകളും പ്രദർശിപ്പിച്ചു, അങ്ങനൊക്കെ എഴുതാം നിങ്ങൾക്ക്. എല്ലാ വസ്തുക്കളും പ്രദർശിപ്പിച്ചു, ആ രീതിയിൽ എഴുതാം, മനസ്സിലാക്കുക. മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു, അങ്ങനെയും എഴുതാം. മലക്കുകളുടെ മുന്നിൽ പ്രദർശിപ്പിച്ചു എന്നുള്ള പദം അതിൽ വന്നാൽ മതി. അടുത്ത സൃഷ്ടിച്ചു, കളിമണ്ണിൽ നിന്ന് ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചു, അള്ളാഹു കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, അങ്ങനെയും എഴുതാം. അള്ളാഹു താല കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ചു, പേരും നബിൻ്റെ പേര് വേണമെങ്കിൽ എഴുതാം, ആദം നബി അലൈഹി സ്വലാം, മനസ്സിലാക്കി എഴുതുക. അടുത്ത നുജിബ്, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധി ആരാണ്? അള്ളാഹുവിൻ്റെ പ്രതിനിധി ആരാണ്? ആദം നബി അലൈഹി സ്വലാം, ആദം നബി അലൈഹി സ്വലാം എന്ന് നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തത്, ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ്? എന്തിൽ നിന്നാണ്? കളിമണ്ണിൽ നിന്നാണ്. കളിമണ്ണ് എന്ന് ഇവിടെ നോക്കിയിട്ട് എഴുതുക. അടുത്തത്, ഏത് വസ്തു കൊണ്ടാണ് അല്ലാഹു തആല ഇബ്ലീസിനെ സൃഷ്ടിച്ചത്? ഏത് വസ്തു കൊണ്ടാണ് അല്ലാഹു തആല ഇബ്ലീസിനെ സൃഷ്ടിച്ചത്? തീ കൊണ്ടാണ് ഇബ്ലീസിനെ സൃഷ്ടിച്ചത്. ആരാണ് മനുഷ്യപിതാവ്? ആരാണ്? ആദം നബി അലൈഹി സ്വലാം. ഇവിടെ നോക്കിയതാ നമുക്ക്. ആദം നബി അലൈഹി സ്വലാമാണ് മനുഷ്യരുടെ പിതാവ്. മനുഷ്യരുടെ പിതാവാര്? ആദം നബി അലൈഹി സ്വലാം. അടുത്തതാ, ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് അല്ലാഹു തആല കൽപ്പിച്ചു. എന്തുകൊണ്ടാണ്? ആദം നബി അലൈഹി സ്വലാമിനെ ആദരിച്ചുകൊണ്ടാണ് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല മലക്കുകളോട് കൽപ്പിച്ചത്. ആദരിച്ചുകൊണ്ട്, മനസ്സിലാക്കുക. ഇവിടുന്ന് അടയാളപ്പെടുത്തി മുഴുവനായിട്ട് എഴുതുക, മനസ്സിലാക്കുക. ആദരിച്ചുകൊണ്ടാണ് സുജൂദ് ചെയ്യാൻ മലക്കുകളോട് അല്ലാഹു തആല കൽപ്പിച്ചത്. അടുത്തത്, സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് ഇബ്ലീസിനെ തടഞ്ഞത് എന്താണ്? ഇബ്ലീസിനെ തടഞ്ഞത് അഹങ്കാരമാണ്. അവൻ അഹങ്കരിച്ചു, സുജൂദ് ചെയ്തില്ല. അഹങ്കാരം കൊണ്ടാണ് സുജൂദ് ചെയ്യാതിരുന്നത്, മനസ്സിലാക്കുക. അഹങ്കാരം. ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് എന്ത് പറഞ്ഞു? എന്താണ് പറഞ്ഞത്? മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യില്ലെന്ന് അവൻ പറഞ്ഞു. മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിന് തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ സുജൂദ് ചെയ്യില്ലെന്ന് അവൻ പറഞ്ഞു. അടുത്ത ചോദ്യം എന്താണ്? അല്ലാഹു തആല ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് എന്തുകൊണ്ടാണ് പുറത്താക്കിയത്? അപ്പൊ ഇങ്ങനെ എഴുതാ, അഹങ്കാരിയായ അവനെ അല്ലാഹു തആല ശപിച്ചു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. അഹങ്കാരിയായതുകൊണ്ടാണ് അല്ലാഹു തആല ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. അപ്പൊ അഹങ്കാരിയായ അവനെ അല്ലാഹു തആല ശപിച്ചു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഇനി അടുത്ത എന്താണ്? ഈ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ എന്തെല്ലാം? അത് നമ്മളിവിടെ എഴുതി കൊടുക്കണം. എന്തൊക്കെയാണ് നമുക്ക് ഈ ചരിത്രത്തിൽ നിന്ന് മനസ്സിലായത്? അപ്പം നമുക്ക് ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ഗുണപാഠമാണെന്ത്? അഹങ്കരിക്കരുത്, അഹങ്കാരം പാടില്ല. അഹങ്കാരം കാരണമാണ് അല്ലാഹു തആല ഇബ്ലീസിനെ ശപിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്, മനസ്സിലാക്കുക. എല്ലാവരെയും ആദരിക്കണം എന്ന ഒരു സന്ദേശവും കൂടി പാഠഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യരുടെ പിതാവാണ് ആദം നബി അലൈഹി സ്വലാം. ഒക്കെ നമുക്ക് ഈ പാഠത്തു നിന്ന് ലഭിച്ച ഗുണപാഠമാണ്, എല്ലാവരും മനസ്സിലാക്കാം. ഇനി അടുത്ത എന്താ വരുന്നത്? നഖ്റഉ നുക്കമ്മിൽ. ഇവിടെ മുകളിലൊരു ഇത് തന്നിട്ടുണ്ട്. ആദം അലൈഹിസ്സലാം അബുൽ ബഷർ ഹലക്കല്ലാഹു തആല ആദം അലൈഹിസ്സലാം ബിത്തുറാബി സജദൽ മലായികതു ലി ആദം അലൈഹിസ്സലാം അന്നാസു കുല്ലുഹും അബ്നാഉ ആദം അലൈഹിസ്സലാം.
അപ്പോൾ നമുക്കിവിടെ അതിൽ നിന്ന് വന്നത് ഇവിടെ ചേർത്ത് കൊടുക്കണം. എന്താണ്? ആദം അലൈഹിസ്സലാം അബുൽ ബഷർ. നമുക്കത് എഴുതാം. അടുത്തതാ, അപ്പോൾ ഇവിടെ ഉണ്ട് അബുൽ ബഷർ, അബു, മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഹലക്കല്ലാഹു തആല ആദം അലൈഹിസ്സലാം ബിത്തുറാബി. അപ്പോൾ അവിടേക്ക് രണ്ടാമത്തേലേക്ക് അത് എഴുതാം. അടുത്ത് സജദ മലായിക്കത്തു ലി ആദം അലൈഹിസ്സലാം. മലക്കുകൾ ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തു. പിന്നെന്താണ്? അന്നാസു കുല്ലുഹും അബ്നാഉഹും ആദം അലൈഹിസ്സലാം. അപ്പം അന്നാസു കുല്ലുഹും അബ്നാഉ ആദം അലൈഹിസ്സലാം. അതിവിടെയൊക്കെ എഴുതുക. അപ്പം അത് മനസ്സിലാക്കുക. അപ്പം ഇതിൽ നോക്കിയിട്ട് അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് എഴുതുക, എല്ലാവരും മനസ്സിലാക്കുക. അപ്പം എന്താണ് ഇതിൻ്റെ അർത്ഥം? എന്താണ്? അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചു. മനുഷ്യരുടെ പിതാവാണ് ആദം അലൈഹിസ്സലാം. അല്ലാഹു തആല കളിമണ്ണ് കൊണ്ടാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ചത്. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അന്നാസു കുല്ലുഹും അബ്നാഉ ആദം. മനുഷ്യരെല്ലാം അവരുടെ സന്താനങ്ങളാണ്. മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി എഴുതുക, മനസ്സിലാക്കുക. ഇത്രയാണ് ഖലീഫത്തുള്ള എന്ന ഈ പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.